ഉണ്ട്. വി എസ് രഞ്ജിത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വി എസ് രഞ്ജിത്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ ഈ വലിയ ലോഞ്ചിങ് ജനസാഗരത്തെ ഇന്നലെ അവിടെ നേരിട്ട് കണ്ടതും മഴയെ മറികടന്ന് ഒരുപാട് ആളുകൾ അവിടെ ഒഴുകിയെത്തി. DMK ഇന്നലെ വലിയ പ്രഖ്യാപനങ്ങളിലൂടെയാണ് ജനമനസ്സിൽ ഇടം നേടാൻ ശ്രമിച്ചത്. രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പത്രങ്ങളും ഒറ്റ സ്വരത്തിൽ പറയുന്നത് പി വി അൻവറിനെ തള്ളി DMK, അതായത് തമിഴ്നാട്ടിലെ ഒറിജിനൽ DMK തള്ളിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ലീഡായി തന്നെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ADGP വാർത്ത വന്നതോടുകൂടി പത്രത്തിൻ്റെ ആദ്യ പേജിൽ നിന്ന് പൂർണ്ണമായിട്ടും പി വി അൻവർ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഹിന്ദു പത്രം ഉൾപേജിൽ വളരെ വിശാലമായിട്ട് തന്നെ അത് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ DMK തള്ളിയോ രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഇന്നലത്തെ ആ സമ്മേളനത്തിൻ്റെ ആകെ ഒരു ആകാംക്ഷയും ഗ്ലാമറും എന്ന് പറയുന്നത് DMKയുടെ നിരീക്ഷകരെത്തുന്നു, DMKയുടെ പിന്തുണയോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഈ സാമൂഹിക പ്രസ്ഥാനത്തിന് DMKയുമായിട്ട് എന്തു ബന്ധം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ DMKയുടെ നിരീക്ഷകരെത്തുന്നു, DMKയുടെ പ്രവർത്തകരെത്തുന്നു, DMKയുടെ പിന്തുണയുണ്ട് എന്നുള്ളതായിരുന്നു രാഷ്ട്രീയമായൊരു സസ്പെൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ വൈകിട്ട് ഈ സമ്മേളനം നടക്കുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിൽ നിന്നെത്തിയ വാർത്ത DMK അങ്ങനെ ഒരു നേരിട്ടുള്ള പിന്തുണ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ സമ്മേളന വേദിയിൽ രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഗൂഡല്ലൂർ ഭാഗത്ത് നിന്ന്, ഈ നീലഗിരി ജില്ലയുടെ ഭാഗത്തു നിന്നൊക്കെ DMKയുടെ പ്രവർത്തകർ എത്തിയിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അൻവറുമായിട്ടുള്ള ബന്ധം, ആരാണ് നിങ്ങളുടെ തലൈവർ എന്ന് ചോദിച്ചപ്പോൾ തലൈവർ സ്റ്റാലിനാണ്, അൻവർ തലൈവർക്ക് തോഴൻ എന്ന മട്ടിലൊരു പ്രതികരണം നടത്തി. ആ ഗൂഡല്ലൂർ ഭാഗത്തുള്ള DMKയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് അൻവറിന് പിന്തുണ അറിയിച്ച്. അത് DMKയുടെ പിന്തുണയായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ അതിർത്തിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കുന്ന ആഭിമുഖ്യമാണോ എന്നുള്ളതാണ്. കാരണം ഈ വഴിക്കടവ് ഭാഗത്തൊക്കെ തമിഴ് സ്വാധീനമുള്ള DMKയുടെ സ്വാധീനമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്വാധീനമായിട്ട് വന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും DMKയുടെ പ്രവർത്തകർ നീലഗിരി ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്തിയിരുന്നു. ഒപ്പം ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ പി വി അൻവർ പ്രഖ്യാപിച്ചൊരു കാര്യം, അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, അതെല്ലാം നിഷേധിക്കുകയാണ്. DMK നേതാക്കന്മാരെ കണ്ടിരുന്നു, DMKയുടെ ആശീർവാദം നേടിയിരുന്നു എന്നുള്ളതാണ്. ഈ ആശീർവാദം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലായിട്ട് പരിശോധിച്ചാൽ അതൊരു പിന്തുണയാണല്ലോ. നമ്മുടെ ഒരാളുടെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്നത്, രാഷ്ട്രീയമായ അനുഗ്രഹം എന്ന് പറയുന്നത് പിന്തുണയും സപ്പോർട്ടും രാഷ്ട്രീയമായിട്ടുള്ള കൈത്താങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ ആശീർവാദം കിട്ടിയിട്ടുണ്ടോ? അൻവറിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ അങ്ങനെ ഒരു ആശീർവാദം തേടി ചെന്നൈയിൽ പോകുന്നു. ആശീർവാദം കിട്ടിയോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമായും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതുപോലെ ഈ DMK ബന്ധത്തെ പോലെ തന്നെ അൻവർ പുതിയൊരു കാര്യമായിട്ട് പറഞ്ഞുള്ള കാര്യം പാലക്കാട്ട് ഒരു CPM BJP ബന്ധം എന്നുള്ളതാണ്. അതൊരു പുതിയ കാര്യമാണ് സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതൊരു പുതിയ രാഷ്ട്രീയമല്ല. പ്രതിപക്ഷം എല്ലാ കാലത്തും CPMനെയും BJPയെയും ചേർത്ത് കെട്ടി ന്യൂനപക്ഷ വോട്ടുകൾ നേടാനുള്ള ഒരു തന്ത്രം, പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ ഒരു തന്ത്രമാണ് CPM BJP ബന്ധം ആരോപിക്കുക എന്നുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ അൻവർ ആരോപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലബാർ പൊളിറ്റിക്സിൽ ഇടം നേടുക എന്നുള്ള തന്ത്രമാണ് മറ്റൊന്ന് പയറ്റിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു മാതൃഭൂമി പത്രത്തിലൊക്കെ അത് ലീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പുതിയ ജില്ല എന്നുള്ളത്. പക്ഷേ ഈ പുതിയ ജില്ല ആവശ്യം ഉയരുമ്പോൾ അതിനോട് CPMോ അല്ലെങ്കിൽ ലീഗോ പോലും അനുകൂലമായി പ്രതികരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം പുതിയ ജില്ല എന്ന് ആരോപിക്കുമ്പോൾ അത് സംഘപരിവാറിനും RSSനും BJPക്കും ഒക്കെ ആയിരിക്കും വളം കൊടുക്കുക. കാരണം പുതിയ ജില്ലയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ മലപ്പുറത്തെ ജനസംഖ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ വരും, ജനസംഖ്യാ വർധനവിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും. ആ ചർച്ചകൾ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊരു കാര്യം കോൺഗ്രസും CPMും ഒക്കെ നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യാറില്ല. ആ പ്രശ്നം മലപ്പുറത്ത് പി വി അൻവർ എടുത്തിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് പി വി അൻവർ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും ഒക്കെ മുൻനിർത്തി ഒരു പോപ്പുലർ നേതാവാകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ UDFിലേക്ക് പോയാൽ അൻവർ അപ്രസക്തനാവും എന്നുള്ളതാണ്. UDFനും ഇടതുപക്ഷത്തിനും ബദലായി ഒരു ശബ്ദം എന്ന മട്ടിലാണ് അൻവറിന് ഇപ്പോൾ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉഷാറാണ്. ഇന്നിപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് മറ്റു ചില വാർത്തകൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ വി എസ് രഞ്ജിത്ത്? ഇന്നലെ എപ്പോഴാണ് എത്തിയത്? തിരിച്ച് രാത്രിയായോ നമ്മുടെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോൾ? രാത്രി വളരെ വൈകി. നമ്മൾ അവിടുന്ന് 10 മണിക്കാണ് പുറപ്പെട്ടത്. ഒരു 11 നല്ല മഴയും ഉണ്ടായിരുന്നു അല്ലേ ആ സമ്മേളന നഗരിയിൽ? മഴ അല്പം തടസ്സപ്പെടുത്തി. 8000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ് കേട്ടോ പത്രം കൊടുത്തിരിക്കുന്നത്. 8000-ഓളം ആളുകൾ പങ്കെടുത്തു. അത്രയും ഉണ്ടായിരുന്നോ ശരിക്കും അവിടെ രഞ്ജിത്ത്? 8000-ഓളം ആളുകൾ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു 10,000-3000 കസേരകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കസേരകളിൽ
മഴ പെയ്തുകൊണ്ട് തന്നെ ആ പന്തലിന് പുറത്തിട്ട കസേരകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കസേരകൾ കൂടി നിറയത്തക്ക രീതിയിലേക്ക് ആളുകൾ എത്തിയിരുന്നു. ആ ഗ്രൗണ്ട് നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ റോഡിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 10,000-ന് താഴെ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നല്ല മഴയായിരുന്നു. സമ്മേളനം 6 മണിക്ക് 6:30 തുടങ്ങുമ്പോൾ അതിൻ്റെ 2 മണിക്കൂർ നേരം അവിടെ മഴ അലേർട്ട് ഉണ്ടായിരുന്നു. ആ അലേർട്ട് പ്രകാരം തന്നെ ഇടിവെട്ടി മഴ പെയ്തു. ഏതായാലും ഇടിവെട്ടി മഴ പെയ്തിട്ടും കൂസാത്ത ഒരു ജനം അൻവറിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ നല്ല മഴ പെയ്ത ആളുകൾ വീട്ടിലിരുന്ന് യൂട്യൂബിൽ കാണാം അല്ലെങ്കിൽ ടി വിയിൽ കാണാം എന്നൊക്കെ വിചാരിക്കും. കാരണം എല്ലാ ചാനലുകളും ത്രൂ ഔട്ട് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കാണാമെന്ന് തീരുമാനിക്കാതെ അൻവറിന് ആളുകൾ നിരത്തിലിറങ്ങി. നമ്മുടെ ചന്തക്കുന്നിൽ നമ്മൾ ഈ യൂട്യൂബിൽ റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബ് നോക്കിയപ്പോൾ 1 ലക്ഷം കടന്നിരുന്നു കേട്ടു. അന്ന് PV അൻവറിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിന് 1 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ യൂട്യൂബിലുണ്ടായിരുന്നു. മറ്റ് ചാനലുകളിൽ 40-50 ഒക്കെ ആയിരുന്നു ആ സമയത്ത്. ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതലും ആൾക്കാർ കണ്ടത് അതാണ്. പരമാവധി പോയത് 55,000 വരെയാണ്. 55,000 വരെയാണ് യൂട്യൂബ് വ്യൂവേഴ്സ് പോയത്. അപ്പോൾ ചന്തക്കുന്നിൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതി ആൾക്കാരാണ് യൂട്യൂബ് വ്യൂവേഴ്സ് കണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും ഇനി അതങ്ങനെ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതങ്ങനെയാണ് സ്വാഭാവികമായും. അപ്പോൾ താങ്ക് യു VS രഞ്ജിത്ത്, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ ഇന്നലെ തിരക്കൊക്കെ ആയിരിക്കും, അപ്പോൾ അല്പം റെസ്റ്റൊക്കെ എടുക്കുക ഇന്ന്. അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. താങ്ക് യു. VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട് നിന്നും. VS രഞ്ജിത്ത്